ബഡ്ജറ്റ് അവതരണം സംസ്ഥാനത്തിന് കനത്ത തിരിച്ചടിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് വാർത്തകൾ. ബഡ്ജറ്റ് അവതരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും പ്രതിഷേധങ്ങൾ എത്തിപ്പടരുന്നു. എന്നാൽ കേരളത്തിൻ്റെ ദുർച്ചിലവും ഉത്തരവാദിത്തമില്ലായ്മ രീതിയിലുള്ള ഭരണരീതികളും സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായത് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാർ അവരുടെ ദൗത്യം നിറവേറ്റിയതായിട്ടാണ് ദേശീയ തലത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ വിലയിരുത്തൽ. സാധാരണക്കാർക്കും വ്യവസായികൾക്കും വ്യാപാരികൾക്കും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഈ ബഡ്ജറ്റ് അവതരണം വീണ്ടും 3 കോടിയിലധികം പുതിയ വീടുകൾ, കസ്റ്റംസ് തീരുവ കുറച്ചുകൊണ്ട് സ്വർണത്തിനും വെള്ളിക്കും വില കുറച്ച്, വിദ്യാഭ്യാസം നൈപുണ്യ മേഖലകളിലേക്ക് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് മുദ്രാ ലോൺ 20 ലക്ഷമായി ഉയർത്തിക്കൊണ്ടുള്ള 2024 ഈ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിനും ഏറെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഉള്ളതാണെന്നാണ് കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ കേന്ദ്രം എത്രയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും കേരളത്തിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടുന്നില്ല. വൻകിട കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് പ്രയോജനപ്പെടുന്നത്. കോവിഡിന് ശേഷം ഉള്ള സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം അധംപതിച്ചതും സാമ്പത്തിക പ്രതിസന്ധികളും ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിൽ സാധാരണ വ്യക്തികൾക്ക് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഒരു ലോണുകളും ഒരു ആനുകൂല്യങ്ങളും കിട്ടാത്ത അവസ്ഥയാണ്. കാരണങ്ങൾ പറഞ്ഞ് ലോണുകളെല്ലാം വൻകിട കോപ്പറേറ്റീവുകളുടെ മേൽ ബാങ്ക് ഉദ്യോഗസ്ഥർ കെട്ടിവെക്കുകയാണ്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വിവിധ ബാങ്കുകളിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ സ്ഥലമാണ് ജപ്തി ചെയ്തിട്ടിരിക്കുന്നത്, കിടപ്പേടമില്ലാതെയായിരിക്കുന്നത്. ജപ്തി നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ചെറിയ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നത് മാത്രമാണ് സാധാരണക്കാർക്കൊരാശ്വാസം. എന്നാൽ ഇതിന് തികഞ്ഞ പരിഹാരം കേന്ദ്ര സർക്കാരിന് എടുക്കാൻ പറ്റുകയുള്ളൂ. സമരമുറകളിൽ കൂടി മാത്രം നമുക്ക് അവകാശപ്പെട്ടത് നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സർക്കാരിൻ്റെ പാരമ്പര്യം സർവ്വമേഖലകളിലും സാമ്പത്തിക രീതി അടിഞ്ഞുകിടക്കുന്ന ഈ കേരളത്തിന് കേന്ദ്ര സർക്കാരിനെ പിണക്കിക്കൊണ്ട് ഒരു കാര്യവും മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് ജനം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത രീതികൾ. തൊടുപുഴയിൽ നിന്നും വ്യാപാരി വ്യവസായി പ്രസിഡന്റ് രാജു തരണി നമ്മളോടൊപ്പം. ഇന്ത്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേന്ദ്രം, അതിൽ നമ്മളെ വ്യാപാരി വ്യവസായികളെ എത്രയേറെ പ്രതികരിക്കുന്നു പറഞ്ഞാൽ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് ബഡ്ജറ്റ് നിരാശാജനകമാണ്. അതായത് ചെമ്മീൻ്റെ വില പോലും ഒരു വ്യാപാരിക്ക് നൽകാത്തൊരു ബഡ്ജറ്റാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ പ്രഖ്യാപിച്ച ബഡ്ജറ്റ്. കാരണം ചെറുകിട വ്യാപാര മേഖല വളരെയധികം കോവിഡ് കഴിഞ്ഞ പിന്നെ വളരെയധികം മോശം സ്ഥിതിയിലാണ്. ചെറിയ ലോൺ എടുത്തിട്ടുള്ളവർ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യാപാരികൾക്ക് യാതൊരുവിധ സപ്പോർട്ടും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് GST അപാകത നീക്കണം. സാധാരണ GST 1 ടാക്സ് ആണെങ്കിൽ പോലും ചെറുകിട വ്യാപാരികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് നിലവിലെ ടാക്സ് സംവിധാനം. അത് ഒരു സാധനം, ഒരു ഉൽപ്പന്നം നമ്മൾ ടാക്സ് കൊടുത്ത് മേടിച്ചാൽ പിന്നെ ടാക്സിൻ്റെ ആവശ്യമില്ല. ഇത് വളഞ്ഞു മൂക്കാൻ പിടിക്കുന്ന ഒരു തിയറിയാണ്. അത് സാധാരണ ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ GSTയുടെ ആശയം തന്നെ വൻകിട വ്യാപാരികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവരുടെ കച്ചവടത്തിനെല്ലാം സ്മൂത്തായിട്ട് പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 5 ലക്ഷം രൂപ വരെയെങ്കിലും ഇൻകം ടാക്സ് എക്സെപ്ഷൻ തരണം. അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾക്ക് 4% കാർഷിക മേഖലയിൽ കൊടുക്കുന്ന പോലെ തന്നെ 4% പലിശയ്ക്ക് ലോൺ അനുവദിക്കണം. അതുപോലെ തന്നെ വ്യവസായികൾക്ക് ഉദ്യം രജിസ്ട്രേഷനായിട്ട് 20 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട് സ്വന്തം ജാമ്യത്തിൽ. അതുപോലെ ചെറുകിട വ്യാപാരികൾക്കും സ്വന്തം ജാമ്യത്തിൽ ഒരു 10 ലക്ഷം രൂപ വരെയെങ്കിലും ലോൺ അനുവദിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അപ്പം ഞങ്ങൾ ചെറുകിട വ്യാപാര മേഖലയെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം മന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ MPമാർക്കും ഞങ്ങൾ ലെറ്റർ കൊടുക്കുകയാണ്, അവർ പാർലമെൻറ്റിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട്. നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.